ഹായ്, നമ്മൾ വീണ്ടും ഇന്ന് നിൽക്കുന്ന ട്രിവാൻഡ്രം ക്ലബ്ബിലാണ്. ഇന്ന് അഭയുടെയും ശ്രുതിയുടെയും വെഡ്ഡിംഗ് ആണ്. അപ്പോൾ ഇന്നൊരു പുതിയൊരു തീമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ എന്തായാലും ചേട്ടൻ പറയും. നമുക്ക് ഇന്നത്തെ ഒരു തീം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗോൾഡും ഒരു ഓഫ് വൈറ്റ് തീമിലാണ്. ബ്രൈഡിന് കൂടുതൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നത് ഗോൾഡ് വേണം, അതുപോലെ തന്നെ ഒരു വാം കളറും ആയിരിക്കണം. ഒരുപാട് മൾട്ടി കളറുകളൊന്നും വരാൻ പാടില്ല എന്ന് ഒരു മസ്റ്റായിട്ടും അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ തപ്പിയിട്ടാണ് ഞാൻ അവസാനം ഇവർക്ക് അങ്ങ് കൊടുക്കാം. വേറെ ഇവരുടെ ഇതിൽ ഞാൻ വലിയ റിസർച്ച് ഒന്നും നടത്തിയില്ല. എങ്ങനെ നോക്കിയോ അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ്, ശ്രുതിയാണ്. എന്താണ് നമ്മുടെ ഡെക്കോറൊക്കെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും എന്താണ്? ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ഞാൻ ഇവന്റ് മൊത്തം ഞാനായിട്ട് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. പക്ഷെ കുറേ തപ്പിയിട്ടാണ് ഞാൻ അവസാനം ഇവർക്ക് അങ്ങ് കൊടുക്കാം. വേറെ ഇവരുടെ ഇതിൽ ഞാൻ വലിയ റിസർച്ച് ഒന്നും നടത്തിയില്ല. എങ്ങനെ നോക്കിയോ ഇവർക്ക് കൊടുക്കാം, അങ്ങനെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2-3 months ഞാൻ യാതൊരു കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എല്ലാം കഴിഞ്ഞ് കല്യാണത്തിന് എനിക്ക് തോന്നുന്നു 1 week മുന്നേ എന്തോ ആണ് ഞാൻ പിന്നെ അവരുടെ അടുത്ത് പോകുന്നതും പിന്നെയാണ് നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്തതും. പക്ഷെ എന്താ പറയേണ്ടത്, എല്ലാം നമ്മൾ പറയുന്നത് തന്നെയാണ്, അല്ലാതെ നമ്മളൊന്നും അടിച്ചേൽപ്പിക്കൊന്നുമില്ല. നമ്മൾ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളതേ അവർ ചെയ്തു തരും. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. 1 week കൊണ്ട് വല്ല കമ്പനിയായി അല്ലേ? അതുവരെ നമുക്ക് അറിയത്തോലും ഇല്ലായിരുന്നു. രണ്ടാമത്തെ വട്ടം വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിച്ചു എനിക്ക് ഗ്രൂമിനെ പോലും മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു 1 week അങ്ങനെ പിന്നെ റിസപ്ഷൻ പ്രീ വെഡിങ്ങിന്റെ ഡെക്കോറിന്റെ അന്നും രാവിലെ അന്ന് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ വരും. കാരണം എല്ലാരും എന്നോട് ഇങ്ങനെ, എനിക്ക് മാത്രമേ അറിയൂ ഇതിനെ കുറിച്ച്. അതെ, എനിക്ക് മാത്രമേ ഡെക്കോർ എല്ലാം അറിയൂ. ബാക്കി എന്റെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, പോയി. എന്തായിരുന്നു ഒന്ന് പറഞ്ഞു? പ്രീ വെഡിങ്. പിന്നെ അങ്ങനെ ആ പ്രീ വെഡിങ്ങിന്റെ അന്ന് ഈവനിങ് എനിക്ക് ആ ഫോട്ടോ, ഡെക്കോറിന്റെ ഫോട്ടോ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. ഓക്കെ, കല്യാണത്തിന് അടിപൊളിയാണ്. അങ്ങനെയാണ് പിന്നെ എനിക്ക്. അതുകൊണ്ട് ഇന്നലെ ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയതേ ഉള്ളൂ. എനിക്ക് വലിയ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. രാവിലെ വന്നു ഓക്കെ അടിപൊളിയായിരിക്കും എന്നുള്ളതായിരുന്നു. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. നമുക്ക് ഒരു 100-ലാണെങ്കിൽ എത്ര മാർക്ക് വരും? 100-ൽ തരും. നമ്മൾ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് എന്താണ്? ഞാൻ ഇനി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ എന്റെ കസിൻസ് ഒക്കെ കല്യാണം കഴിക്കാറുണ്ട്. എല്ലാരും ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ കൊണ്ടുവരും ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ. എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തേണ്ടത്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ട പോർഷൻസ് എന്തൊക്കെയാണെന്ന് ഡെഫിനറ്റായിട്ടും ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് DM ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഹലോ, ഓക്കെ ആണോ? ഒരു ഹായ് തുടങ്ങും. പ്രശ്നമില്ലേടാ? ഓക്കെ, ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്ന വീണ്ടും ഒരു സെക്കൻഡ് ഇടാ, ഒന്നും കൂടെ വീണ്ടും ഞാൻ പറഞ്ഞോളാം. ഹായ്, ഒരുമിച്ച് പറ. നീ പറയാൻ പറഞ്ഞു. ഒരുമിച്ച് ഹായ് പറയാം. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? പിന്നെ പറ. വെഡിങ് ഡെക്കോറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയാം. എന്തുവാണ് നിനക്ക്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? എന്താടാ ലാസ്റ്റ് ഡീറ്റെയിൽ? ഡീറ്റെയിലേക്ക് വെഡിങ് ഡേയുടെ വെഡിങ് ഡെക്കോറിന്റെ ഡീറ്റെയിലേക്ക് പോവാം. ഹലോ. എന്റെ ഫോണിലും അവിടെ എടാ സൗണ്ട് ഉണ്ടാക്കായിരുന്നു. ഇപ്പൊ 2 സൈലന്റ്